ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ മുരിങ്ങയില വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് അധികം തന്നെ മുരിങ്ങയില കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് അതിൻ്റെ തളിരില മാറ്റിയിട്ട് അത് കറി വെക്കാനും ബാക്കി കുറച്ച് മൂപ്പുള്ള ഇലയാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ മൾബറിയുടെ ഇല വെച്ചിട്ടും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിയാനായപ്പോഴാണ് ഒന്നും കൂടെ ഉണ്ടാക്കണമെന്ന് തോന്നിയത് കേട്ടോ. അപ്പോൾ അത് മുരിങ്ങയില വെച്ചിട്ട് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ മുരിങ്ങയിലേക്ക് നന്നായി ഊരിയെടുത്തതിന് ശേഷം വലിയൊരു പാത്രത്തിലിട്ട് നന്നായി കഴുകിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളൊരു ഹോളിലെ പാത്രത്തിലിട്ട് അതിൻ്റെ മുകളിലൂടെയും കുറച്ച് വെള്ളമൊക്കെ നന്നായി ഒഴിച്ച് കൊടുത്ത് അതൊരു കോട്ടൺ തുണിയിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ, തണലത്ത് വെച്ചിട്ട്. ഇപ്പം മുരിങ്ങയില നമ്മൾ എടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. കൂടുതലും മുരിങ്ങയില കേട് വരാൻ തുടങ്ങിയ സമയമാണ്. അപ്പോൾ അതിൽ മാറാല അതുപോലെ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവും കേട്ടോ. നന്നായി കുടഞ്ഞ് ഇതിന് ശേഷം നമ്മൾ നന്നായി കഴുകി ഇതിന് ശേഷം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് സമയം തന്നെ അതിന് വേണ്ടി ചിലവഴിച്ചു. ഓരോ ഇലയിലും നോക്കിയിട്ട് തന്നെ ഒക്കെ ഊരിയെടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഞാനത് തുണിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിന്ന് തീ കത്തിച്ചിരുന്നു കേട്ടോ. വിറകടുപ്പ് കത്തിച്ചിരുന്നു. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. കൂടുതൽ തീ കത്തൊന്നും വേണ്ട, പെട്ടെന്ന് കത്തി ഇങ്ങനെ അതിൻ്റെ ഇല കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ചെറിയ ചൂടിൽ വേണം ഇതൊക്കെ ചെയ്യാൻ. ഒരുപാട് സമയം എടുക്കും, എന്നാലും നമുക്ക് 1 മാസം 2 മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ചമ്മന്തിപ്പൊടി. ഒരുപാട് ടേസ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഹെൽത്തിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊക്കെ ഇതുപോലെ കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ. 1 മാസം 15 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിലാണ് കേട്ടോ ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരുവിധം മുരിയാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മുരിഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോലെ. ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന കുറച്ചധികം മുരിങ്ങയില ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ നമുക്ക്. അത് അടുപ്പത്ത് ഇങ്ങനെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ചെറിയ തീയിൽ. അതിന് ശേഷം കുറച്ച് ഉഴുന്ന് വറുത്തെടുക്കുന്നുണ്ട്. കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ വാർന്നതിന് ശേഷം തന്നെ ഒക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മണം വരുന്നത് വരെ വറുത്തെടുക്കണം. ഉഴുന്ന് വറുത്തതിന് ശേഷം നമുക്ക് സാമ്പാർ പരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൂടെ കുറച്ചെടുത്തിട്ട് ആ പരിപ്പും വറുത്തെടുക്കുന്നുണ്ട്. എല്ലാം വറുക്കുമ്പോൾ നല്ല വറവ് മണം വരണം കേട്ടോ. പിന്നെ പരിപ്പിൽ ഞാൻ കുറച്ച് ചെറിയ കഷ്ണം കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ വറുത്തെടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ ഒരു മണം കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് അരിയും വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ കായ ഒന്നും കൂടി ആവാൻ വേണ്ടി ചട്ടിയിൽ ഒന്നും കൂടെ ഇട്ട് കൊടുത്ത് ചൂടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടി എടുത്തിട്ടുണ്ട്. അത് നന്നായി നല്ല മണം വരുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഉണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്.
അപ്പോഴേക്കും നമ്മളെ മുരിങ്ങയില നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്ത് ശരിയാക്കുന്നുണ്ട്. നന്നായി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഒന്നും കൂടെ പൊടിച്ചു കേട്ടോ. അപ്പോൾ പൊടിച്ച് തന്നെ ഒന്ന് ചട്ടിയിലിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയപ്പോൾ പെട്ടെന്ന് നന്നായി ഉണങ്ങി കിട്ടിട്ടോ. അപ്പോൾ ചെറിയ വെള്ളത്തിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പൊടിച്ച് തന്നെ ഒന്നുകൂടെ ചട്ടിയിലൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 2-3 മാസം 1 വർഷം വരെ തന്നെ ഒരു കേടും കൂടാതെ ഇരിക്കും കേട്ടോ അതൊക്കെ. പിന്നെ ഇതിൽ വേണമെങ്കിൽ തേങ്ങ വറുത്ത് ചേർക്കുകയും ചെയ്യട്ടോ. പക്ഷെ ഞാൻ ചേർക്കണില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കേട് വരുമോ വിചാരിച്ചിട്ട് തേങ്ങ നമുക്ക് വേണമെങ്കിൽ പിന്നെ വറുത്തിട്ട് ഇതിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കുറേശ്ശെ ഇട്ട് ചേർക്കാം കേട്ടോ വേണമെങ്കിൽ. ഇങ്ങനെ പൊടികളെല്ലാം നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. നല്ല ഉഴുന്നിൻ്റെയും പരിപ്പിൻ്റെയും അതുപോലെ മുളകും കുരുമുളകും കായത്തിൻ്റെയൊക്കെ നല്ല മണം, നല്ല ടേസ്റ്റോട് കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഒരു ചൂടാറിയതിന് ശേഷം ജാറിലേക്ക് ഇട്ടിട്ട് മൂടി വെച്ച് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റാണ്. ദോശയിലേക്കും ഇഡ്ഡലിയിലേക്കും ഒക്കെ എടുക്കാം കേട്ടോ നമുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.